കേരള പോലീസ് സംഘത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ മാർത്താണ്ഡം പിന്നിട്ടു എന്ന് മനസ്സിലാക്കുന്നു. ബബിത നൽകിയ വിവരം തന്നെയാണ് ഏറെ നിർണായകമായതും. ഇപ്പോൾ തക്കല എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഇറങ്ങിയിട്ടില്ല, കന്യാകുമാരിയിൽ തന്നെ കുട്ടി എത്തിയിട്ടുണ്ടാവും. നേരത്തെ ACP പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റോപ്പിലായിരിക്കാം, ട്രെയിൻ എത്തുന്നത് വരെ യാത്ര ചെയ്യാം എന്നതായിരിക്കാം കുട്ടി കരുതിയിട്ടുണ്ടാവുക. കുട്ടിയുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് അല്ല ഉള്ളത്, ബസ് ടിക്കറ്റ് ആണെന്നാണ് കരുതുന്നത്. 40 രൂപയും കയ്യിലുണ്ട്. അവിടെ നിന്ന് അപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി ലീഡ് കിട്ടിയിരിക്കുന്നു. അതുതന്നെയാണ് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ പ്രതീക്ഷ നൽകുന്ന, ഈ നിമിഷത്തിൽ പ്രതീക്ഷ നൽകുന്ന വിവരവുമല്ലേ? അതെ വിനീത, കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം തക്കല എത്തിക്കഴിഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരും. ആ തക്കലയിലേക്ക് പുറപ്പെട്ട പോലീസിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ഈ പോലീസിൻ്റെ വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് പുറപ്പെട്ട വാഹനത്തിൽ ഒരു SI, 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു വനിതാ കോൺസ്റ്റബിൾ എന്നിവരാണ് ഉള്ളത്. ഇവിടെ തക്കല ഇപ്പോൾ കഴിഞ്ഞു. കന്യാകുമാരിയിലേക്ക് തന്നെയാണ് നേരിട്ട് പോകുന്നത്. നേരിട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പിൽ, അതായത് കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടാകും എന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചോ കന്യാകുമാരിയെക്കുറിച്ചോ തന്നെ പെൺകുട്ടിക്ക് ഒരു ധാരണയുമില്ല. പക്ഷേ എത്തുന്ന സ്ഥലത്തെത്താം എന്ന് കരുതി കന്യാകുമാരിയിൽ ഇറങ്ങും എന്ന് തന്നെയാണ് മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും കണക്ക് കൂട്ടുന്നത്. പക്ഷേ നെയ്യാറ്റിൻകര മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഇതിനിടയിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ 95% സാധ്യത കാണുന്നത് കന്യാകുമാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം നേരെ കന്യാകുമാരിയിലേക്ക്, അതായത് വഴിയിലുള്ള സ്റ്റേഷനുകളൊന്നും പരിശോധിക്കാൻ നിൽക്കാതെ നേരെ തന്നെ കന്യാകുമാരിയിലേക്ക് വരാൻ തീരുമാനിച്ചതും. മറ്റ് സ്റ്റേഷനുകളിൽ നോക്കാൻ ഇതിനകം തന്നെ കേരള പോലീസ് സംവിധാനം റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4:30 വിവരം കിട്ടിയപ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കന്യാകുമാരി SP-ക്ക് വിവരം കൈമാറുകയും കന്യാകുമാരി കേന്ദ്രീകരിച്ച് തെരച്ചിലിനുള്ള ഒരു സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കേരള പോലീസിനൊപ്പം ഇനി കന്യാകുമാരി പോലീസും തമിഴ്നാട് പോലീസും ഈ തെരച്ചിൽ പങ്കാളികളാകും. ഉറപ്പായും പെൺകുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് പോലീസ് സംഘം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് 4 മുതൽ ഇന്ന് പുലർച്ചെ 4:30 വരെ അതായിരുന്നില്ല അവസ്ഥ. പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നറിയാനുള്ള CCTV ആയിരുന്നു പ്രധാനമായും പരിശോധിച്ചു കൊണ്ടിരുന്നത്. വെറും 2 കിലോമീറ്റർ വരെ മാറി കഴക്കൂട്ടം ടൗൺ വരെയുള്ള CCTV മാത്രമാണ് കിട്ടിയത്. അങ്ങനെ 8 CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ, ആ 8 CCTVയിൽ പെൺകുട്ടിയുടെ ദൃശ്യം കൃത്യമായി കണ്ടു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ പോയി എന്ന് ഒരു ധാരണ കിട്ടാതിരിക്കുമ്പോഴാണ് ബബിതയുടെ ഫോട്ടോ പോലീസിന് കിട്ടുന്നത്. ബബിത വൈകിട്ട് തന്നെ പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന വിവരമുണ്ടായിരുന്നു. ഒടുവിൽ ബബിതയുടെ ഫോട്ടോ കുട്ടിയുടെ രക്ഷിതാക്കളെ കാണിക്കുന്നു. കുട്ടിയുടെ രക്ഷിതാക്കൾ കുട്ടി അതേ ഉടുപ്പിട്ട മറ്റ് ഫോട്ടോ കൂടി കാണിക്കുന്നതോടെ പോലീസും സ്ഥിരീകരിക്കുന്നു. പിന്നീട് അത് ഉറപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസിൻ്റേതായ മറ്റ് നടപടികളിലേക്ക് കടന്നു. അപ്പോൾ തന്നെ കിട്ടി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ 1 നിമിഷം പോലും വൈകിക്കരുത് എന്നുള്ളതുകൊണ്ട് നേരെ കന്യാകുമാരിയിലേക്ക് ഒരു സംഘം പുറപ്പെടുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു SI-യും 2 കോൺസ്റ്റബിൾമാരും ഒരു വനിതാ കോൺസ്റ്റബിളും അടങ്ങിയ സംഘമാണ് നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ട് മുമ്പിൽ തക്കല പിന്നിട്ട് കന്യാകുമാരിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്നത്. ഇനിയിപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് സാധ്യത. അതല്ല നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമോ, അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഏതാണ്ട് അധികം വൈകാതെ തന്നെ കന്യാകുമാരിയിൽ എത്തിച്ചേരും. ഇന്നലെയാണെങ്കിൽ നഷ്ടപ്പെട്ട മണിക്കൂറുകളായിരുന്നു കൂടുതൽ. കാരണം ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി പെൺകുട്ടിയെ കാണാതാകുന്നു. പക്ഷേ പോലീസിൽ പരാതി കിട്ടിയത് വൈകിട്ട് 4 മണിക്ക് മാത്രമാണ്. ഗോൾഡൻ അവറുകളാണ് മിസ്സായത്. പോലീസിനെ സംബന്ധിച്ച് ആദ്യത്തെ മണിക്കൂറുകൾ സുപ്രധാനമാണ്. ആ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടതോടുകൂടി പിന്നീട് CCTVയിൽ വലിയ പ്രതീക്ഷയില്ലാതായി. തീരദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ എവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ എന്ന നിലയിലായി. ഏറ്റവും ഒടുവിലായി ഇന്ന് പുലർച്ചെ 4:30 മണിയോടുകൂടി പോലീസിൻ്റെ ഫോണിലേക്ക് ആ ഫോട്ടോ
വരികയായിരുന്നു പെൺകുട്ടി. തിരുവനന്തപുരത്ത് നിന്ന് പോയ ട്രെയിനിൽ മറ്റൊരു യാത്രക്കാരി ബബിത പകർത്തുന്ന ഫോട്ടോ കിട്ടുന്നതോടെ ഉറപ്പിക്കുന്നു ഈ പെൺകുട്ടി തന്നെയെന്ന്. പോലീസിന് ആശ്വാസമാകുന്നു, ആത്മവിശ്വാസമാകുന്നു. ഉടനെ തന്നെ തിരുവനന്തപുരം പോലീസ് ഇതാ കന്യാകുമാരിയിലേക്ക് പുറപ്പെടാൻ പുറപ്പെടുന്നു. ആ വാഹന വ്യൂഹത്തിൻ്റെ കൂടെയാണ് നമ്മളും ഇപ്പോൾ ഉള്ളത്. അധികം വൈകാതെ തന്നെ കന്യാകുമാരിയിൽ എത്തിച്ചേരും. കന്യാകുമാരിയിലെത്തി അധികം വൈകാതെ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. അതിനർത്ഥം ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഏതെങ്കിലും CCTVയിൽ പെൺകുട്ടിയെ ട്രേസ് ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കേരള പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കന്യാകുമാരിയിൽ ഇറങ്ങിയാൽ പോലീസിനുള്ള ഒരാശങ്ക തിരിച്ചുള്ള ഏതെങ്കിലും ട്രെയിനിൽ തിരിച്ചു കയറുമോ എന്നുള്ളതാണ്. കാരണം 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ. അങ്ങനെയുള്ളൊരു പെൺകുട്ടി പേടിച്ച് ഒരുപക്ഷെ വൈകിട്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാകുമോ എന്നൊരാശങ്കയുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതയില്ല. അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മനഃപ്പാഠമായ ഫോൺ നമ്പറിൽ വിളിച്ച് തിരിച്ചു വരുമായിരുന്നു. ഇന്നലെ രാത്രി 11 മണിവരെ പോലീസ് ആ ഒരു വിളി പ്രതീക്ഷിച്ചു. കാരണം രാത്രി തനിച്ചാകുമ്പോൾ പേടിച്ച് അച്ഛനെ വിളിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരും എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പുറത്തൊരു ബാഗും തൂക്കി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പെൺകുട്ടിയെയാണ് നമ്മൾ കണ്ടത്. ആ പെൺകുട്ടി തിരിച്ചു വീട്ടിലേക്ക് വരില്ല എന്ന വലിയ പിണക്കവും കൊണ്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ആ പിണക്കമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് അപ്പാടെ തപ്പിപ്പിറക്കാൻ ഇറങ്ങിയത്. ഏറ്റവും അവസാനം ബബിതയുടെ രൂപത്തിൽ ഒരു ഫോട്ടോ കിട്ടുന്നു. ആ ഫോട്ടോ വലിയ തുമ്പായി മാറുന്നു. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള പോലീസിൻ്റെ സംഘം കുതിക്കുന്നു. അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. വിനീത, പ്രതീക്ഷയോടുകൂടിയാണ് ഈ പോക്ക്. ഇന്ന് പുലർച്ചെ 4:30 വരെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. DCPയുടെ നേതൃത്വത്തിൽ 100-ലധികം പോലീസ് സംഘം പല സംഘങ്ങളായി തിരിഞ്ഞ് CCTV പരിശോധിക്കുന്നു, തീരദേശം പരിശോധിക്കുന്നു, ശംഖുമുഖത്ത് പോകുന്നു. ഒരു തുമ്പും കിട്ടാതിരിക്കുമ്പോഴാണ് ഒരു ഫോട്ടോ, അതായത് ഈ പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ ശരിയായിരുന്നു, ആ പെൺകുട്ടി തന്നെയായിരുന്നു അച്ഛനും അമ്മയും സ്ഥിരീകരിക്കുന്നു. പിന്നീട് പ്രതീക്ഷയാണിതിപ്പോൾ. ആ കന്യാകുമാരിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള പോലീസിൻ്റെ വാഹനം, ഒരു SIയും 2 കോൺസ്റ്റബിൾമാരും, ഒരു വനിതാ കോൺസ്റ്റബിളും, ഒരു പോലീസ് ഡ്രൈവറും ഏതാനും മിനിറ്റുകൾക്കകം തന്നെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരും. കുതിച്ചു പായുകയാണ്. പെൺകുട്ടിയെ ഒരു നിമിഷം മുമ്പ് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തിക്കാനുള്ള വിശ്രമമില്ലാത്ത ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇന്നലെ